റിവ്യൂസിന്റെ കാര്യത്തിൽ കൺസിസ്റ്റൻസി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100 റിവ്യൂ ഉണ്ട്, ഒരു സ്ഥാപനത്തിന് 40 റിവ്യൂ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. അതായത് ഒരു സ്ഥാപനം കഴിഞ്ഞ 4 വർഷം മുമ്പാണ് അവർക്ക് 100 റിവ്യൂ കിട്ടിയത്. അതെ, അതിനുശേഷമുള്ള 3 വർഷം അവർക്ക് റിവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വേറൊരു ബിസിനസ്സിന് കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിവ്യൂ കിട്ടിപ്പോകുന്നു. അവർക്കൊരു 40 റിവ്യൂ ഉള്ളൂ. ആ ബിസിനസ് ആയിരിക്കും ഒരു പക്ഷേ റാങ്ക് ചെയ്ത് വരിക. കാരണം അവിടെ റീസെന്റ് ആയിട്ട് റിവ്യൂ കിട്ടിയിരിക്കുന്ന ഈ ബിസിനസ്സിനാണ്. കറക്റ്റ്. പിന്നെ ഓവറോൾ റേറ്റിംഗ് ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ 100 റിവ്യൂ ഉണ്ട്, അതിൽ 5 സ്റ്റാർ 4 സ്റ്റാർ റിവ്യൂസ് എത്ര ഉണ്ട് എന്നുള്ളത് നല്ല വിഷയമാണ്. അതിൽ തന്നെ പോസിറ്റീവ് സെന്റിമെന്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 5 സ്റ്റാർ റിവ്യൂ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെന്നെങ്കിൽ ഗൂഗിളിന് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ റാങ്ക് ചെയ്യില്ല. റാങ്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അവിടെ വരും ആ സമയത്ത്. പിന്നെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആളുകളുടെ അടുത്ത് പല ആളുകളും പറയും റിവ്യൂ ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചില ആളുകൾ മാക്സിമം കീവേഡ് ഉപയോഗിച്ച് എഴുതിക്കുമെന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഈ കീവേഡ് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ പബ്ലിഷ് ആവില്ല. കാരണം ഗൂഗിളിന് ഇപ്പോൾ അങ്ങനെ ഒരു പോളിസി ഉണ്ട്, ഒരുപാട് കീവേഡ് സ്റ്റഫ് ചെയ്യുക, പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ട് കൂടുതലായിട്ട് പ്രൊമോഷണൽ കണ്ടന്റ് ഉപയോഗിക്കുക. പിന്നെ അവർക്കറിയാം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് വന്നു പോകുന്ന ആളുകൾ അവിടുത്തെ എംപ്ലോയീസ് ആണെന്ന് അവർക്കറിയാം. പെർഫെക്റ്റ്ലി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഇടുന്ന പിന്നെ റിലേറ്റീവ്സിനെ അവർ ടാർഗറ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ അവർ സ്ഥിരമായി നിൽക്കുന്ന ആ സറൗണ്ടിങ്സിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറിയാൻ പറ്റുമോ, ആ രീതിയിൽ അങ്ങനെയുള്ള ആളുകളുടെ റിവ്യൂ അവർ ഹൈഡ് ചെയ്യാറുണ്ട്.